മംഗലപുരം ജംഗ്ഷൻ വെള്ളത്തിനടിയിലായി. മംഗലപുരം പോത്തങ്കോട് റോഡിലെ പ്രധാന പാതയാണ് കനത്ത മഴയിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ട് ഗതാഗതം ദുഷ്കരമായത്. ഇക്കാരണത്താൽ സമീപത്തെ ബസ് സ്റ്റോപ്പിലും വ്യാപാര സ്ഥാപനങ്ങളിലും എത്തുന്നവർ ദുരിതത്തിലാണ്. ഇവിടെ റോഡിന്റെ മഴ വീണ് കഴിഞ്ഞാൽ റോഡിൽ ഇത്തിരി വെള്ളം കെട്ടുന്നത് കൊണ്ടും ആർക്കും ബിസിനസ് ചെയ്യാനും ഒന്നിനും പറ്റാത്ത അവസ്ഥയാണ്. ആൾക്കാർ കയറാൻ പറ്റുന്നില്ല. അതാണ് മെയിനായിട്ടുള്ളത്. ഒരുപാട് വാഹനങ്ങൾ പോകുന്ന റോഡാണ്. മെയിൻ റോഡ് വർക്ക് നടക്കണമുണ്ട്. സിറ്റിയിലേക്ക് പോകുന്ന ബസ്സെല്ലാം ഈ മംഗലാപുരം തിരിഞ്ഞ് പോകുന്നതാണ്. അപ്പം എന്നാലും പോകാനുള്ള ഇതാണ് ബാധിക്കുന്ന ആൾക്കാരൊന്നും വരുന്നില്ല. ഈ വെള്ളം അവിടെ കെട്ടിക്കിടന്ന് പ്രശ്നമാണ്. ഈ റോഡെല്ലാം കുഴിയായി. ദേശീയപാത 66ന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ തിരുവനന്തപുരം ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ ഇതുവഴിയാണ് തിരിച്ചുവിടുന്നത്. മംഗലപുരം പോത്തങ്കോട് റോഡിൽ ഒരു കൊല്ലത്തോളമായി പുതിയ റോഡ് വരുന്നതുകൊണ്ട് ഈ റോഡ് വൺ വേ ആക്കിയിട്ട് തിരിച്ചു വിട്ടിരിക്കും. ഇത് 2 മാസം കൂടുമ്പോൾ ഈ റോഡ് മൊത്തവും കുണ്ടും കുഴിയുമായി വണ്ടി നിറയെ വണ്ടിയാണ്. ഒരു 5 മിനിറ്റ് പോലും ഈ റോഡിന് റെസ്റ്റ് എന്ന് പറഞ്ഞ സംഭവം. ഡെയിലി ഒരു 10,000, 1000, 1500 വണ്ടി ഡെയിലി ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്ന സ്ഥലം ഈ റോഡാണ്. ഇത് ഇവിടെ ഉള്ള നാട്ടുകാർക്ക്, വീട്ടിൽ താമസിക്കുന്ന ആൾക്കാർക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ്. അവരെ വീടുകളിൽ കയറാൻ പറ്റുന്നില്ല. അതുപോലെ മഴവെള്ള കെട്ട് വന്നിട്ട് റോഡുകൾ കംപ്ലീറ്റ് നശിച്ചു പോകുന്നു. റോഡിൽ വെള്ളം കെട്ടി പല ആൾക്കാർ വീടിന് അപകടങ്ങളൊക്കെ ഉണ്ടാകുന്നു. അത് ഞങ്ങളൊക്കെ തന്നെ എടുത്തിട്ട് നാട്ടുകാരായ ഞങ്ങൾ അവരെ എടുത്ത് വണ്ടിയിലെടുത്ത് ആശുപത്രിയിൽ കൊണ്ടുപോകുന്നു. അത് നിരവധി ഡെയിലിയുള്ള കാഴ്ചകളാണ് ഇതെല്ലാം. ഞങ്ങളങ്ങനെ വളരെ ബുദ്ധിമുട്ടി പല സമര പരിപാടികളും പല രാഷ്ട്രീയ സംഘടനകളും പല രീതിയിലുള്ള ആൾക്കാർ ഇതിനെ വളരെ രീതിയിൽ വിമർശനങ്ങൾ കാര്യങ്ങൾ പഞ്ചായത്തിനെ വിമർശിക്കുകയും അതുപോലെ സർക്കാരിനെതിരെ നടപടിയെടുക്കാൻ ഞങ്ങൾ സമര പരിപാടിയായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്തു. മഴ തുടങ്ങിയ സമയം മുതൽ റോഡ് മൊത്തം പൊട്ടിപ്പോയി. ജനങ്ങൾ, വ്യാപാരി, വ്യവസായി ഉൾപ്പെടെയുള്ള ഇവിടെയുള്ള സംഘടനകളെല്ലാം ഒരുമിച്ച് കൂടുകയും ഞങ്ങൾ ഇതിനൊരു പോൻ വഴി കണ്ടെത്താൻ വേണ്ടി പഞ്ചായത്തിനോടും വാട്ടർ അതോറിറ്റിയോടും പോലീസിനോടും നിർദ്ദേശിക്കുകയും അവരെയെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ ഒരു സമര പരിപാടി തുടങ്ങാൻ പോകുന്നതിന് മുൻപ് തന്നെ അവർ ഞങ്ങൾക്കൊരു ഉറപ്പ് തന്നു. ഞങ്ങൾ ആവശ്യപ്പെട്ട പ്രകാരം റോഡിൻ്റെ സൈഡിൽ കൂടി ഓട കെട്ടി ഈ കല്ലൂർ റോഡിൽ വിടാമെന്നുള്ള ഒരു എഗ്രിമെൻറ്റിൻ്റെ പുറത്ത് ഞങ്ങൾ ആ സമര പരിപാടി ഉപേക്ഷിക്കുകയും ആ പണി ദ്രുതഗതിയിൽ നടത്താൻ പൈപ്പിട്ട് അതിൻ്റെ പ്രാരംഭ പണികളൊക്കെ തുടങ്ങി 2 ദിവസം കൊണ്ട് ആ പണി മൊത്തം കഴിയും. റോഡിലെ കുഴികൾ കാരണം ഇരുചക്ര വാഹന യാത്രികർ അപകടത്തിൽപ്പെടുന്നത് നിത്യസംഭവമായിട്ടുണ്ട്. അധികൃതർ എത്രയും വേഗം നടപടികൾ സ്വീകരിച്ചില്ല എങ്കിൽ ശക്തമായ പ്രതിഷേധ പരിപാടികൾ ആരംഭിക്കാനുള്ള ശ്രമത്തിലാണ് നാട്ടുകാർ. വളരെ ബുദ്ധിമുട്ടാണ് സാധാരണക്കാരന് പോകാനും വരാനും, അല്ലെങ്കിൽ ആട്ടോ ഓടിക്കുന്ന നമുക്ക് തൊഴിലാളികൾക്ക് വണ്ടി പോകാനും വലിയ ബുദ്ധിമുട്ടാണ്. തലസ്ഥാന വാർത്തകൾ, മംഗലപുരം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള LED ലൈറ്റുകളുടെയും ബ്രാൻഡഡ് ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി CS ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്. മാമം പാലത്തിന് സമീപം, പാലമൂട്, ആറ്റിങ്ങൽ. ഫോൺ 9349636108 702552331. CS ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്, മാമം പാലത്തിന് സമീപം, പാലമൂട്, ആറ്റിങ്ങൽ. അറേബ്യൻ ഫാഷൻ ജ്വല്ലറി, ആലങ്ങോട്, പോത്തൻകോട്, ആറ്റിങ്ങൽ. അതിരുകളില്ലാത്ത ആത്മബന്ധം.